ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ തുവരപ്പയർ പണ്ടുകാലത്ത് നമ്മുടെ പാടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ധാരാളം കൃഷി ചെയ്തിരുന്നു. തുവരപ്പയർ ഉണങ്ങി പരിപ്പായി മാറുന്നതാണ് സാമ്പാർ പരിപ്പ്. തുവരപ്പയർ പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഫൈബറും പ്രോട്ടീനും ധാരാളമുള്ളതിനാൽ ഇത് വയറു നിറഞ്ഞതായി തോന്നാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുന്നു. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നൽകുന്നു. പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള പോഷകങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും കോശങ്ങളുടെ പുനർജീവനത്തിനും ആവശ്യമായ അമിനോ ആസിഡുകൾ നൽകുന്നു. പേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇരുമ്പ് സത്ത് അടങ്ങിയിരിക്കുന്നതിനാൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ വരാതെ തടയാൻ സഹായിക്കുന്നു. മുളപ്പിച്ച് കഴിക്കുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്ന ഗുണങ്ങളുമുണ്ട്. മുളപ്പിച്ച പയർ നന്നായി കഴുകി പാകം ചെയ്യാതെ സാലഡ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആവി കയറ്റി കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. പാചകം ചെയ്യുമ്പോൾ അധികം വേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് പോഷകങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. പയർവർഗ്ഗങ്ങൾ വറുക്കുകയോ പൊരിക്കുകയോ ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. പരിപ്പിലും നെയ്യിലും തുടങ്ങി സാമ്പാറിൽ അവസാനിക്കുന്ന സദ്യയിലെ അവസാനക്കാരനും തുവരപ്പരിപ്പ് തന്നെ. പല സീസണുകളിലും പല വിലയാണ് തുവരപ്പരിപ്പിന് അഥവാ സാമ്പാർ പരിപ്പിനുള്ളത്. അധികമായിട്ട് മൂത്തു പോകാത്ത തുവരപ്പയർ കൊണ്ട് സ്വാദിഷ്ടമായ തോരൻ, ഉപ്പേരി എന്നിവ പാകം ചെയ്യാവുന്നതാണ്. കഞ്ഞിക്കൊപ്പം കഴിക്കാൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് തുവരപ്പയർ തോരൻ. സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് തുവരപ്പയർ. പാലക്കാട്ടെ കർഷകർ നെൽപ്പാടത്ത് വരമ്പുകളിൽ തുവര വിജയകരമായി കൃഷി ചെയ്യുന്നുണ്ട്. അട്ടപ്പാടി, വയനാട് മേഖലകളിലും തുവര ഇപ്പോൾ തരിശ് സ്ഥലങ്ങളിൽ കളകളെ നിയന്ത്രിക്കുന്നതിനും മണ്ണിന്റെ ഫലപുഷ്ടി ഉയർത്താനും തുവര കൃഷി സഹായിക്കുന്നുണ്ട്. മറ്റൊരു വിഷയവുമായി മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്